ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് കാവ്യ. വെൽക്കം യു ഓൾ ടു വിപ്രാസ് വിദ്യ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നാഷണൽ ഇൻകത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഇൻകത്തിൽ? യെസ്, കോൺസെപ്റ്റ്സ് ആൻഡ് ട്രെൻഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് എൻജോയ്. നാഷണൽ ഇൻകത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാണ്, അതെങ്ങനെ എല്ലാം ചെയ്യണം എന്നുള്ളതെല്ലാം ഇന്നലെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നായിരുന്നു. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ നിങ്ങൾക്ക്? മറ്റേ GN അഡ്ജസ്റ്റ്മെന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട് മക്കളെ? ഡു യു ഹാവ് എനി ഡൗട്ട്? മീൻസ് യു ക്യാൻ പോസ്റ്റ് ഇൻ ചാറ്റ് ബോക്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നലെ അഡ്ജസ്റ്റ്മെന്റ്സ് പഠിപ്പിച്ചു തന്നേല്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ എവ്രിവൺ? ആര്യ, ഗോപിക, ഇസ് ഇറ്റ് ക്ലിയർ ഫോർ എവ്രിവൺ? ഓക്കെ. സോ നമുക്ക് അതിന്റെ കുറച്ച് കോൺസെപ്റ്റ്സ് കൂടെ നോക്കാണ്ട്, അതായത് GDP എന്താണ്, GNP എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റ്സിലൂടെ. യെസ്, ഓക്കെ. GDP എന്താണ്, GNP എന്താണ് എന്നുള്ളൊരു ചെറിയ ചെറിയ ക്രൈറ്റീരിയസ് നമുക്ക് പറഞ്ഞു പോവാം. അതിന്റെ പ്രോബ്ലംസ് ഒന്നും ചെയ്യാണ്ടാവില്ല, പക്ഷെ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തായാലും നിങ്ങളോട് ചോദിക്കൂ കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ എഴുതിക്കോളൂ GDP. ഫസ്റ്റ് നിങ്ങൾക്ക് എഴുതാനുള്ളത് GDP എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് MCQs ആയിട്ട് ചോദിക്കും. ഇറ്റ്സ് എ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് അങ്ങനെ ചോദിച്ചിട്ട് അത് എന്താണ്, GDP ആണോ GNP ആണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും. അപ്പൊ എഴുതിക്കോളൂ മക്കളെ, GDP ഇറ്റ് ഇസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് all final goods and services, market value of all final goods and services produced in a domestic territory. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇവിടെ D എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആണ് വരുന്നത്. produced in a domestic territory during a particular year. ഒരു പെർട്ടിക്കുലർ വർഷത്ത് നമ്മൾ എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ്, സർവീസസ്, ഇതിന്റെ എല്ലാം ടോട്ടൽ സംഭവത്തെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത് മക്കളെ? GDP എന്നുള്ള കോൺസെപ്റ്റ് ആയിട്ട് വിളിക്കുന്നത്. എല്ലാരും എഴുതിയോ? മാം ഒന്നുകൂടെ പറയോ? It is the money value of, കുറച്ച് സ്പീഡിൽ എഴുതണേ. GDP is the money value of all final goods and services produced in a domestic territory during a financial year. During a particular year. During a particular year. ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? GDP എന്നുള്ളതായിട്ട് വിളിക്കുന്നത്. എല്ലാവരും എഴുതിയെടുത്തു എന്ന് പ്രതീക്ഷിക്കും. GDPയുടെ ഫുൾ ഫോം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. GDPയുടെ ഫുൾ ഫോം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അടുത്തത് യു ഹാവ് NDP. ഇത്തിരി സ്പീഡിൽ എഴുതണം. NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതിന്റെ എഴുതിക്കോളൂ. ഇറ്റ് ഇസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് all final goods and services produced. It is the market value for all final goods and services produced within a domestic territory. ലെസ് ഡിപ്രിസിയേഷൻ അല്ലേ? നമ്മൾ ഇന്നലെ പഠിച്ച അങ്ങനെ തന്നെയല്ലേ? G - N = ഡിപ്രിസിയേഷൻ. G ആണ് കൂടുതൽ. അപ്പൊ നമുക്ക് N കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യണം. ഇന്നലെ പഠിച്ചത് ഓർമ്മയില്ലേ മക്കളെ? ഐ ഹോപ്പ് യു റിമെമ്പർ. ഓർമ്മയില്ലേ? ഇല്ലേ? യെസ്, ഓക്കെ. നെക്സ്റ്റ് ഇസ് GNP. കേട്ടില്ല. ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ മക്കളെ. Put in chat box. Okay, next is GNP ആണ്. GNP എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. GNP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ്, എല്ലാം മണി വാല്യൂ തന്നെയാട്ടോ. ഈ D വരുമ്പോ അത് ഡൊമസ്റ്റിക് ആവും, N വരുമ്പോ അത് നാഷണൽ ആവും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. It is the money value of GNP ആണ് മക്കളെ ഇപ്പൊ പറയുന്നത്. GNP is the money value of all final goods and services produced
produced in a nation during a particular year. Produced in a nation during a particular year. മറ്റേതാകുമ്പോ എന്തായിരുന്നു മക്കളെ? Domestic territory. ഇതാകുമ്പോ എന്താ മക്കളെ? Nation. That's all difference. It is the total money value of all final goods and services produced in a nation during a particular year. Clear? Clear for everyone? Gross national product എന്നാണ് full form. Next is NNP. Net national product. Net national product. It is the money value of all final goods and services. Same and no change. It is the money value of all final goods and services produced in a nation minus depreciation. Very good, very good. Minus depreciation. Next is NP. Now you have GDP. Okay, you have FC, and you have MP. FC represents factor cost. Factor cost. It is the cost incurred. It is the cost incurred to produce certain commodities, which is the sum total of the payment made to, which is the sum total of the payment made to, which is the sum total of the payment made to different factors in the area of production process. So നമുക്കറിയാം different factors ഉണ്ട്. Land, labor, capital, organization. ഇവർക്കെല്ലാം കൊടുക്കുന്ന പേയ്മെന്റ്സ്, ലാൻഡിന് റെന്റ് കൊടുക്കും, ലേബറിന് വേജ് കൊടുക്കും, അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ കൊടുക്കില്ലേ? യെസ്, അതിനെയാണ് നമ്മൾ എന്തായി പറയുന്നത്? ഫാക്ടർ കോസ്റ്റ് എന്നുള്ളതായിട്ട് പറയുന്നത്. I hope this is clear for everyone. Clear? Chat box il itta madi. When it is not clear means just put in chat box. So I hope it is clear for everyone. Market price എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റ് കൊണ്ടുപോയി, ഓക്കെ, നമ്മൾ കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കില്ലേ മക്കളെ? യെസ്. അങ്ങനെ ആ കമോഡിറ്റീന്റെ വില എത്ര? ഇപ്പൊ ഞാനിപ്പോ മാർക്കറ്റിലേക്ക് ചെല്ലുന്നു, ഈ പെന്നിന്റെ വില എത്രയാ? ഈ പെന്നിന്റെ വില എത്ര? ഇതിപ്പോ ഒരു 100 രൂപയാണ്, 100 രൂപ. 500 രൂപയാണ്, 500 രൂപ. അതാണ് എന്ത്? മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റിലുള്ള വില. നേരെ മറിച്ച് ഞാൻ ഈ പെണ്ണുണ്ടാക്കാൻ ലേബറിന് എത്രയായി, ലാൻഡിന് എത്രയായി, അങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കുവാണെങ്കിൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ഫാക്ടർ കോസ്റ്റ്. സോ മാർക്കറ്റ് പ്രൈസ് ഈസ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്, in a particular market economy. ഈ ഒരു ഏരിയ ഒരു ചോദ്യം, ഈ ഏരിയ പെട്ടെന്ന് മാർക്കറ്റ് പറഞ്ഞു വന്നപ്പം ഓർമ്മ വന്നപ്പോ പറയാട്ടോ. മാർക്കറ്റ് ഇക്വിലിബ്രിയം എപ്പോഴാ ടേക്ക് പ്ലേസ് ചെയ്യാ? യെസ്, ഡിമാൻഡും സപ്ലൈയും ഇക്വേറ്റഡ് ആകുമ്പോൾ. ഇതുമായി റിലേറ്റ് ചെയ്ത് വന്നപ്പോ ചോദിച്ചതാണ്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു മച്ച് മോർ കോൺസെപ്റ്റ്സ് ഇൻ നാഷണൽ ഇൻകം. നമുക്ക് റിയൽ GDP എന്താന്ന് നോക്കാം. Real GDP is the total value of all final goods and services that an economy produces during a given year, accounting for inflation. അപ്പൊ അതായത് നമ്മളുടെ എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കണക്കെടുക്കുന്നു. അതിനോടൊപ്പം എന്ത് ചെയ്യുന്നു? ഇൻഫ്ലേഷനും കൂടെ എത്രയാണ്, നമ്മളുടെ എക്കണോമിയിലുള്ള പണപ്പെരുപ്പം എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ വരുന്ന ഇൻഫ്ലേഷൻ എത്രയാണ് എന്നുള്ളതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തായിട്ടാണ് നമ്മൾ പറയുന്നത്? റിയൽ GDP എന്നുള്ള കോൺസെപ്റ്റ് ആയിട്ടാണ് ജനറലി അവിടെ പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴും എടുക്കുന്നത് ഒരു ബേസ് ഇയർ പ്രൈസ്. ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? 2002, 2003 ആണെങ്കിൽ അടിസ്ഥാന വർഷം, അതാണ് ബേസ് ഇയർ എന്ന് പറയുന്നത്. ഇപ്പം 2003 ആണെന്ന് വിചാരിക്കും. ഇപ്പൊ 2003 ആണെങ്കിൽ അതിനെ നമ്മൾ കറണ്ട് ഇയർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതില് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നുമില്ല. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയുള്ളൂ, കാരണം മാക്രോ എക്കണോമിക്സ് കുറച്ച് പറയാനുണ്ട് നമുക്ക്. എനിവേ ഐ ട്രൈ ടു ഫിനിഷ് ഇറ്റ് ഓഫ്. ഓക്കെ, റിയൽ GDP എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് ആണ് റിയൽ GDP നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫോർമുല എന്ന് പറയുന്നത്. അതിൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്രസെന്റ്സ് ക്വാണ്ടിറ്റി ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, മൊത്തത്തിലുള്ള ക്വാണ്ടിറ്റിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സാധാരണ നമ്മുടെ മാർക്കറ്റിലൊക്കെയുള്ള വില ഉണ്ടാവുമല്ലോ, അതിനെയാണ് ജനറലി അവിടെ പ്രൈസ്, കമോഡിറ്റീസിന്റെ പ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് നോമിനൽ ജി ഡി പി. നോമിനൽ ജി ഡി പി പറഞ്ഞാൽ കറണ്ട് പ്രൈസ്. ഞാൻ 2002 2003 പറഞ്ഞില്ലേ, അല്ലെങ്കിൽ 2022, അതെന്താണ് കറണ്ട് ആയിട്ട്. അപ്പൊ ജി ഡി പി എസ്റ്റിമേഷൻസ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രസന്റ് ആയിട്ട് നമ്മൾ നോമിനൽ ജി ഡി പിന്റെ ബേസിസിൽ കണക്കാക്കുക, അല്ലെങ്കിൽ നമുക്ക് റിയൽ ജി ഡി പിന്റെ ബേസിസിൽ കണക്കാക്കാം. രണ്ടും കൂടി ഉപയോഗിച്ച് ജി ഡി പി ഡിഫ്ലേറ്ററിന്റെ ബേസിസിൽ കണക്കാക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ കറണ്ട് ഇയറിന്റെ ബേസിസിലാണ് സപ്പോസ് നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് നോമിനൽ ജി ഡി പി എന്നാണ്. അത് എപ്പോഴും എന്താ വെച്ചാൽ ഒരു വർഷത്തിൽ, ഇപ്പൊ 2022 ജി ഡി പി ആയിരിക്കില്ല 2022. ജി ഡി പി എത്ര ഇപ്പം നമ്മൾ ജി ഡി പി എത്രതൊക്കെ നോക്കണേ, എത്ര മക്കളെ? വാട്ട് ഇസ് ദ പ്രസന്റ് ജി ഡി പി റേറ്റ്? നോക്കിയിട്ട് പോണേ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്. ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ നോക്കിപ്പിക്കുന്നത് നിങ്ങൾ മറക്കാതിരിക്കാനാണ്. ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ മറന്നുപോകും. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കണം, ബിക്കോസ് അതെല്ലാം ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഈ ഏരിയ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളോട് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നുമില്ല. കറണ്ട് ഇയർ ആണ് നോമിനൽ, ബേസ് ഇയർ ആണ് റിയൽ. ജി ഡി പി ഡിഫ്ലേറ്റർ. ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ചേഞ്ചസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡഡ് ഇൻ ജി ഡി പി. ടീച്ചറെ ജി ഡി പി അവിടെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതിയോ? എന്ത് കറണ്ട് ജി ഡി പി റേറ്റോ? അത് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി. പ്രസന്റ് ജി ഡി പി എത്രയാണെന്ന് അടിച്ചു നോക്കിയാൽ മതി, കിട്ടും. എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നേ. പിന്നെ എക്കണോമിക് സർവേ നോക്കണേ. എക്കണോമിക് സർവേയിൽ ഈ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് ഇതിന്റെ ഒക്കെ മാറ്റങ്ങൾ 98 പേജേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് 98 പേജുള്ള വായിച്ചു നോക്കി നല്ല നിങ്ങൾക്ക് ഇന്ത്യൻ എക്കോണമി അങ്ങനത്തെ ഏരിയാസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഔട്ട്സൈഡ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു കറണ്ട് ആയിട്ടുള്ള ഒക്കെ സംഭവങ്ങൾ നിങ്ങൾക്ക് ആ എക്കണോമിക് സർവേന്ന് കിട്ടും. വെറും 98 പേജുകളും വായിച്ചെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, ജി ഡി പി ഡിഫ്ലേറ്റർ. ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ഓഫ് പ്രൈസ് ചേഞ്ചസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡഡ് ഇൻ ജി ഡി പി. ജി ഡി പിയിൽ വരുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസിൽ വരുന്ന മാറ്റത്തെയാണ് ജനറലി എന്തുപയോഗിക്കുന്നത്, ജി ഡി പി ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളുടെ ജി ഡി പിയിൽ ഇൻക്ലൂഡ് ചെയ്ത് നമുക്കറിയാം ജി ഡി പി എന്താണ്, ടോട്ടൽ മണി വാല്യൂ ഫോർ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറി ഡ്യൂറിംഗ് എ ഫിനാൻഷ്യൽ ഇയർ. അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെ പ്രൈസിൽ മാറ്റം വരുമല്ലോ. ഇപ്പൊ ഉള്ള പോലെയല്ലല്ലോ നാളെ ഉണ്ടാവുക, നാളെ പോലെയല്ലോ മറ്റന്നാൾ ഉണ്ടാവുക. യെസ്, ചേഞ്ചസ് വരും. അതറിയാനാണ് ജി ഡി പി ഡിഫ്ലേറ്റർ. ജി ഡി പി കൂടിയോ, ഇപ്പൊ അടുത്ത വർഷത്തെ കണക്കെടുക്കാണ്, ഈ വർഷം ഇത്രയായിരുന്നു, അടുത്ത വർഷം കൂടിയോ കുറഞ്ഞോ എന്നറിയാൻ വേണ്ടിയാണ് ജി ഡി പി ഡിഫ്ലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ജി ഡി പി ഡിഫ്ലേറ്ററിന്റെ ഫോർമുല നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100. നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100. അതായത് കറന്റ് ജി ഡി പി ഡിവൈഡഡ് ബൈ ബേസ് ഇയർ ജി ഡി പി ഇൻറ്റു 100. ഇനി ഓരോന്നിനും ഓരോ ബേസ് ഇയർ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഈ ബേസ് ഇയേഴ്സ്. ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ജി ഡി പിന്റേത് 2011-12 ആണ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റേത് 2011-12 ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 2012 ആണ്. മൊത്തം മാനുഫാക്ചർഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് 564 ഐറ്റംസ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാനുഫാക്ചർഡ് കമോഡിറ്റീസ് ആണ്. പിന്നെ നമ്മൾ രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൈമറി ആർട്ടിക്കിൾസ് ആണ്. മൂന്നാമത് വരുന്നതാണ് ഫ്യൂവൽ ആൻഡ് പവർ എന്ന് പറയും.